മഴ പെയ്തു കഴിഞ്ഞാൽ റോഡുകൾ തോടുകളാവുന്ന കാലമാണിത്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു റോഡും ഈ ഒരു പ്രദേശവും. കോട്ടയം ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷനിന് മുമ്പിൽ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സ്റ്റേഷനിലേക്ക് പോകുന്ന റോഡാണിത്. ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. മഴ പെയ്തു കഴിഞ്ഞാൽ റോഡ് തോടുകളായി മാറുകയാണ്. ഇത് കാരണം അപകടങ്ങൾ സ്ഥിരം കാഴ്ചകളാണ്. ഓട്ടോക്കാർക്കാണ് ഇത് വലിയ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. നിങ്ങൾ തന്നെ കണ്ടിരിക്കുമല്ലേ, കാരണം ഭയങ്കര ശോചനീയാവസ്ഥയാണ്. കാരണം വെച്ചാൽ ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ്. അപ്പം ഈ റോഡ്, അതായത് റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലുള്ള ഈ റോഡിന്റെ കടപ്പ് നിങ്ങൾ കണ്ടോ? ഒരു അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ഇത് സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ പിന്നെ ബന്ധപ്പെട്ട ഭാഗത്തുനിന്നോ ഉണ്ടാകുന്നില്ല. ഇത് നമ്മൾ മാത്രമല്ല, എത്ര പേര് ദിനം പ്രതി ഇത് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ടിപ്പ് ടോപ്പായിട്ട് നടന്നില്ല വരും ആൾക്കാരൊക്കെ, പക്ഷെ മൊത്തം വെള്ളമാണ്. പല ആൾക്കാരും അതിലേ ഇറങ്ങിയടിച്ച് വരുന്നത്. ഇതൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ? നമ്മുടെ വണ്ടിയുടെ പണി മാത്രമല്ല, ഈ റെയിൽവേ സ്റ്റേഷനിൽ വരുന്ന ആൾക്കാർ, അതുപോലെ ഇതിനെ പോകുന്ന ആൾക്കാർ കറങ്ങി അടിച്ച് അപ്പംപിടിയാണ് വരുന്നത്. ഇപ്പോൾ മഴ വന്നാൽ ഇത് മൊത്തം കുളമാവും. പിന്നെ ഈ ഓട്ടോക്കാരുടെ കാര്യങ്ങളൊക്കെ അറിയാലോ, ഒരു ഓട്ടം പോകണം, എപ്പോഴും ഈ വഴി കൂടെ പോകുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഇതൊരു നാട് മെച്ചമാകുന്നുണ്ടെന്ന് എല്ലാവരും പറയും, രാഷ്ട്രീയക്കാരും പറയും, നാട്ടുകാരും പറയും, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ പറയും. പക്ഷെ അത് എങ്ങനെ മെച്ചമാകുന്നു? ഇതിങ്ങനെയാണ് ഇവിടുത്തെ പരിസ്ഥിതി കിടക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഒന്ന് ഈ ഒരു മീഡിയയിൽ കൂടെ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുവാണെങ്കിൽ വലിയ ഉപകാരം. ഈ റോഡ് ഭയങ്കര ബുദ്ധിമുട്ടായി. 2 മാസമായിട്ടെന്ന് പറഞ്ഞാൽ മഴ നിർത്താതെ മാറുന്നു, പെയ്യുന്നു. ഇതിനകത്ത് എന്തൊക്കെ കിടക്കുന്നത് എങ്ങനെ അറിയണത്? ആളറിയാൻ പാടില്ല. എൻ്റെ വണ്ടി ചെറിയ വണ്ടിയാണ്, മറ്റേ ഒരു വലിയ വണ്ടിയല്ല. ഒറ്റയടിക്ക് ഫ്രണ്ട് 2 ഷോക്ക് അബ്സോർബറും കുത്തിയാ വീഴും. ഫ്രണ്ട് പണിയാനേ നേരമുള്ളൂ, ഓട്ടോടെ നേരമുള്ളൂ. വലിയ വണ്ടി ടയർ സൈസ് വലുതാ. എൻ്റെ സാധാ ഓട്ടോറിക്ഷ. മഴ പെയ്യുമ്പോഴാണ് ഇത്രയും പ്രശ്നം വരുന്നത്. മഴ പെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതിന്റെ അയക്കം അറിയാമല്ലോ, അപ്പൊ ഞങ്ങൾക്ക് മാറ്റിക്കൊണ്ട് പോകാം. ഈ മഴ പെയ്താലും ഇല്ലെങ്കിലും ഞാൻ ചോദിക്കട്ടെ, ഈ റോഡ് ഇവിടെ വരുന്ന യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് ടിക്കറ്റ് എടുത്ത് പോകുന്ന പൈസ വസൂലാക്കി മേടിച്ച് ചെയ്യുന്ന റെയിൽവേയുടെ റോഡാണ്. ഇതൊക്കെ റെഡിയാക്കണ്ടേ? അമൃത് ഭാരത് പദ്ധതി എന്ന് പറഞ്ഞ എല്ലാ പരിപാടിയും നടന്ന് ഇതെല്ലാം അതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളാണ്. ഇതിന്റെ കാര്യങ്ങളെന്ന് അറിയോ? ഇതെല്ലാം ഇങ്ങനെ കുറച്ച് ബാക്കി വെക്കും, എന്നിട്ട് ആ കോൺട്രാക്ട് സൈൻ ചെയ്ത് പോകും. പിന്നെ ഇത് ആരോട് പറയാൻ? മാസ്റ്ററോട് പറഞ്ഞാൽ മാസ്റ്റർക്ക് ഇതാണ് ചെയ്യാൻ ജോലി. പിന്നെ ആരോട് പറയണം? തിരുവനന്തപുരത്ത് ഞങ്ങൾക്കറിയാൻ പാടില്ല ആരോട് പറയണമെന്നുള്ളൂ. പിന്നെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്ന് ഇതുപോലെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പറയും. അതിൽ നല്ല ഉദ്ദേശശുദ്ധിയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. ഇനി പഞ്ചായത്ത് ഒന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ അപ്പോൾ തുടങ്ങിയത് പഞ്ചായത്തിന്റെ അല്ല, അത് റെയിൽവേയുടെയാണ്. ഇതാരെ ഉണ്ടാ വണ്ടി ഒന്ന് കയറണം. ഇതിൽ ഏറ്റവും രസമല്ല, വിദ്യാർത്ഥികളും ജീവനക്കാരും ആ സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്നു. ഞങ്ങൾ എങ്ങനെ അവരെ മേത്ത് വെള്ളം തെറിപ്പിക്കാതെ കൊണ്ടുപോകുന്നു? അവർ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് അതിൽ നിന്ന് കുറച്ച് വെള്ളം ചീത്തയായി കഴിഞ്ഞാൽ എലി മുള്ളിയതും പട്ടി മുള്ളിയതും എല്ലാ സാധനവും ഉണ്ട്. ചില സമയത്ത് ഈ മറ്റേ ഇതില്ലേ, ഭിക്ഷക്കാരൊക്കെ വന്ന് അവരെ കഴുകിയിട്ട് പോകാറുണ്ട്. അതുവരെ എൻ്റെ അകത്ത് ആരോട് പറയാം? ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് നോക്കി വണ്ടി ഇല്ലാത്തപ്പോൾ സൈഡ് നോക്കി പോകും, അല്ലാണ്ട് അല്ലെങ്കിൽ എൻ്റെ വണ്ടിയും ചീത്തയാവും,